വിശദമായി കിടക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വീടുകൾക്കുള്ളിൽ പ്രസവം നടത്തുന്നവർക്ക് സംഘങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാകുകയാണ്. ഇത്തരം രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹമാധ്യമ വീഡിയോകളും സജീവമായി പുറത്തിറങ്ങുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഒരു പ്രബലമായ സംഘം തന്നെയുണ്ടെന്നാണ് സംശയം. മുമ്പ് പലപ്പോഴും ആരോഗ്യവകുപ്പിനും സർക്കാർ അധികൃതർക്കും പരാതി കിട്ടിയിട്ടും ഇക്കാര്യത്തിൽ ഇടപെടൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് ആണ് വാസ്തവം. പലപ്പോഴും ഇത്തരം ആൾക്കാരെ പ്രോത്സാഹനം നൽകുന്ന വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ആദ്യം അത്തരമൊരു വീഡിയോ കാണാം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തില് ഇവരെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ. ഇനിയുമുണ്ട് അക്യൂഷിൽ ഒരുപാട് ആളുകൾ, അതായത് ബോഡി നെവർ കമ്മിറ്റ് എനി മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയപ്പോ ഇത് പ്രകൃതിയാ നടക്കേണ്ട ആ ഒരു പ്രസവം എന്ന പ്രക്രിയയെ, പക്ഷെ ഇന്ന് നമുക്കറിയാലേ ഹോസ്പിറ്റലുകളിലും അല്ലാതെയൊക്കെ ഇതിന് വല്ലാണ്ട് ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പ്രസവം എന്നുള്ളത്. അപ്പൊ ശരിക്കും ഇവരിന്ന് ധീര വനിതകൾ തന്നെയല്ലേ, ഈ സമൂഹത്തിൽ എല്ലാവർക്കും മാതൃകയാകാനുള്ളവർ തന്നെയാണ്. അപ്പം വളരെ ഹൃദയത്തോടെ ഇവരെ ഓരോരുത്തരെയും ഈ ഒരു വേളയിൽ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വീടുകൾക്കുള്ളിൽ പ്രസവം നടത്തുന്ന രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രസവിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ ധീര വനിതകൾ എന്ന് വിളിക്കുന്ന വീഡിയോകളാണ്. തീർന്നില്ല, ഇതുപോലെ നിരവധി വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് ഇത്തരം സംഘങ്ങൾ വ്യാപകമാണ്. അക്യുപഞ്ചർ ചികിത്സയുടെ മറവിലാണ് ഇത്തരം രീതികൾ നടക്കുന്നത്. എന്തായാലും ഇതിനെ പൂർണ്ണമായും ആരോഗ്യവകുപ്പ് എതിർക്കേണ്ടതുണ്ട്. ആധുനിക വൈദ്യശാസ്ത്ര രീതികളുമായി യാതൊരു പൊരുത്തക്കേടുമില്ലാത്ത ഇത്തരം രീതികൾ കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായത് ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഇനി വരുന്ന കണക്കുകൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ആധുനിക ചികിത്സാ രീതികളെ വെല്ലുവിളിച്ച് വീടുകൾക്കുള്ളിൽ പ്രസവം നടത്തുന്നവരുടെ എണ്ണം കേരളത്തിൽ ഏറുന്നതായിട്ടാണ് കണക്ക്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 1337 പേരാണ് വീടുകൾക്കുള്ളിൽ പ്രസവിച്ചത്. വൈദ്യശാസ്ത്രത്തോടും മരുന്നുകളോടും വിമുഖത കാണിച്ചുകൊണ്ടുള്ള രീതികൾ കാരണം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനും ആരോഗ്യവും അപകടത്തിലാവുകയാണ്. സംസ്ഥാനത്താകമാനം നടക്കുന്ന വീട്ടുപ്രസവങ്ങളുടെ കണക്കുകൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ഞെട്ടിക്കുന്ന സംഖ്യയാണ്. 2019 മുതൽ 2024 സെപ്റ്റംബർ വരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 2931 വീട്ടുപ്രസവങ്ങൾ. ഇതിൽ 2023-24 വർഷത്തിൽ മാത്രം 523 പ്രസവങ്ങൾ നടന്നു. ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ നടന്നത് മലപ്പുറം ജില്ലയിലാണ്, 1337 എണ്ണം. വിവരാവകാശ രേഖകൾ പ്രകാരം 2019-20 467 പ്രസവങ്ങളും 2020-21 576, 2021-22 586, 2022-23 579, 2023-24 523, 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 200 എന്നിങ്ങനെയാണ് വീട്ടുപ്രസവങ്ങളുടെ കണക്കുകൾ. ഏറ്റവും കുറവ് കോട്ടയം ജില്ലയിലാണ്, 42 എണ്ണം. 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലത്ത് വിവിധ ജില്ലകളിൽ നടന്ന വീട്ടുപ്രസവങ്ങൾ ഇപ്രകാരമാണ്: തിരുവനന്തപുരത്ത് 8 പ്രസവങ്ങൾ, കൊല്ലത്ത് 7, പത്തനംതിട്ടയിൽ 1, ആലപ്പുഴയിൽ 6, കോട്ടയത്ത് 3, ഇടുക്കിയിൽ 12, എറണാകുളത്ത് 14, തൃശൂരിൽ 6, പാലക്കാട് 3, മലപ്പുറത്ത് 93, കോഴിക്കോട് 11, വയനാട് 15, കണ്ണൂരിൽ 12, കാസർഗോഡ് 9 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഇത്തരം പ്രസവങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകരമാണെങ്കിലും ആരോഗ്യവകുപ്പ് നടത്തിവരുന്ന ബോധവൽക്കരണങ്ങൾ ഫലം ചെയ്യുന്നില്ലെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വീട്ടുപ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേക സംഘങ്ങളെക്കുറിച്ചും ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. ഈ കണക്ക് ഞെട്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. കാരണം ഈ ആധുനിക ചികിത്സാ രീതികൾ ഇത്രയധികം പുരോഗമിച്ച കാലത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇതെങ്ങനെ ഇപ്പോഴും ഈ കണക്കുണ്ടാകുന്നു എന്നതാണ്. കാരണം ഈ യുവതികളുടെ ജീവിതം വെച്ച് പന്താടുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അവരെ ധീര വനിതകൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പലപ്പോഴും അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ നടത്തുന്നത് വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും ജീവൻ വെച്ച് പന്താടുന്ന വളരെ നിർണായക നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഇനി എന്താണ് സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായ ചിത്രം എന്നും കൂടി പരിശോധിക്കാം. ഇതിനകം തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഈ വീടിനുള്ളിലെ പ്രസവത്തിന് എതിരെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ഈ സ്ക്രീനിൽ കാണുന്ന ഓർഡർ നോക്കുക. മനുഷ്യാവകാശ കമ്മീഷൻ കാലങ്ങളായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് ഈ ഓർഡർ തെളിയിക്കുന്നത്. ഇതിൻ പ്രകാരം സംസ്ഥാനത്ത് ഈ വീടുകൾക്കുള്ളിൽ നടക്കുന്ന പ്രസവ രീതികൾക്കെതിരെ മുമ്പും ഇടപെടൽ ഉണ്ടായിട്ടെങ്കിലും അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നതാണ് തെളിയിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആ ഇടപെടലും അത്തരം നീക്കങ്ങളും ഉണ്ടായിട്ടും ഈ വിഷയത്തിന് പരിഹാരമുണ്ടാവാതെ പോയത് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏറ്റവും പുതിയ ചിത്രം പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഈ തരത്തിൽ നിരവധി ആളുകളെ വീടുകൾക്കുള്ളിൽ പ്രസവം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ഏറുന്നു എന്ന കണക്ക് വരുമ്പോൾ സർക്കാരും കൂടുതൽ ജാഗ്രത കാട്ടുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നതാണ് സാഹചര്യം.